ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഫോട്ടോഗ്രാഫി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഫോട്ടോഗ്രാഫിയിലെ കുറച്ച് അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ മോഡ്സ്, അതുപോലെ തന്നെ അതിൻ്റെ സെറ്റിങ്സിലെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരു ക്യാമറയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഒരു ക്യാമറ അല്ലെങ്കിൽ ലെൻസിൽ എന്തൊക്കെയാണുള്ളത്, അതിൻ്റെ ഉള്ളിലെ പാർട്സ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാതിരുന്നത് നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള അറിവുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ബേസിക്സ് ഒക്കെ അറിയാം എന്നുള്ളതുകൊണ്ടാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം വളരെ വിചിത്രമായിട്ടുള്ള ഒരു മെസ്സേജ് നമുക്ക് കിട്ടി. അപ്പോൾ അദ്ദേഹം ചോദിച്ചത് ക്യാമറയിൽ ലെൻസ് മൗണ്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ക്യാമറയുടെ ലെൻസ് മാറ്റി വേറെ ലെൻസ് മൗണ്ട് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ഒരു സംശയമാണ്. അത് വിചിത്രം എന്ന് പറയാനായിട്ടുള്ള കാരണം, അദ്ദേഹം മനസ്സിൽ വിചാരിച്ച് വെച്ചിരുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ധാരണ, ഒരു ലെൻസിൻ്റെ മുകളിൽ, ക്യാമറയുടെ കൂടെ കിട്ടുന്ന ഒരു കിറ്റ് ലെൻസിൻ്റെ മുന്നിലായിട്ടാണ് അടുത്ത സൂം ലെൻസ് അറ്റാച്ച് ചെയ്യുന്നത് എന്നാണ്. അതായത് നമ്മൾ എന്താ പറയുക, ഒരു ലെൻസ് വെച്ചു, അതിൻ്റെ മുന്നിലായിട്ട് വേറെ ലെൻസ് അറ്റാച്ച് ചെയ്തു, അങ്ങനെയാണ് അതിൻ്റെ ഒരു സൂമിങ് കിട്ടുന്നത് എന്നുള്ള ധാരണയാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ക്യാമറയുമായി ബന്ധപ്പെട്ടുള്ള DSLRുമായി ബന്ധപ്പെട്ടുള്ള DSLR അവർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും ചില കാര്യങ്ങളിൽ അവർക്ക് ചില തെറ്റിദ്ധാരണകളുണ്ട്, അല്ലെങ്കിൽ അകത്തെ പാർട്സിൻ്റെ കാര്യത്തിലൊക്കെ ചില ധാരണകളുണ്ട്. എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്ന് ചിലപ്പോൾ അത് യൂസ് ചെയ്യുന്നവർക്ക് അറിയണമെന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ക്യാമറയുടെ ഉള്ളിൽ എന്തൊക്കെയാണുള്ളത് നോക്കാം. വെൽക്കം ടു ഫുഡ് ഫോട്ടോ വർക്ക്. ചിലപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ എന്തിനാണ് ഇപ്പോൾ ഈ കാര്യം പറയുന്നതെന്ന് നിങ്ങൾക്ക് തോന്നലുണ്ടാവും. അപ്പോൾ ചിലർക്കെങ്കിലും ഈ വീഡിയോ ചിലപ്പം ഒരു ഉപകാരമായേക്കാം, അല്ലെങ്കിൽ ഹെൽപ്ഫുൾ ആയേക്കാം. അതുകൊണ്ടാണ് ചില ബേസിക് കാര്യങ്ങളിലേക്ക്, ഏറ്റവും ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നത്. DSLR ക്യാമറയ്ക്ക് പ്രധാനമായിട്ടും രണ്ട് ഭാഗങ്ങളാണുള്ളത്. ഒരു ബോഡി, അല്ലെങ്കിൽ അതിൻ്റെ ക്യാമറ എന്ന് പറയുന്ന ഭാഗം തന്നെ, ഒപ്പം അതിൻ്റെ ലെൻസ് ക്യാമറയുടെ മുന്നിലുള്ള മൗണ്ട് ചെയ്യുകയാണ് പതിവ്. ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ, അതായത് അപ്പർച്ചർ കൺട്രോൾ ചെയ്യുക, അതുപോലെ തന്നെ എന്താ പറയുക, ഫോക്കസ് കൺട്രോൾ ചെയ്യുക തുടങ്ങിയ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ലെൻസിനാണ് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുന്നത്. കൂടുതലായിട്ട് ഇതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു DSLR ക്യാമറയുടെ ഉള്ളിലായിട്ട് ഉള്ള ചില കാര്യങ്ങൾ, അതിൻ്റെ ഒരു മിറർ, സെൻസർ, ഒരു പെൻഡാപ്രിസം തട്ടി ഒരു വ്യൂ ഫൈൻഡറിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ അതിൻ്റെ ഒരു വ്യൂ സാധ്യമാകുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ DSLR വേഴ്സസ് മിറർലെസ് എന്നുള്ള എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചതാണ്. ലെൻസിനുള്ളിൽ അത് കൺട്രോൾ ചെയ്യുന്നത് ഒരു അപ്പർച്ചർ, പിന്നെ അതിൻ്റെ ലെൻസ് കമ്പോണൻസ്, ലെൻസിൻ്റെ എലമെൻറ്റ്സ് ഒക്കെ, ഇതെല്ലാം ലെൻസിനുള്ളിലുള്ള ഭാഗമാണ്. ഇപ്പോൾ സോണി ആയാലും കാനോൺ ആണെങ്കിലും നിക്കോൺ ആണെങ്കിലും ബ്രാൻഡുകൾ തമ്മിൽ അതിൻ്റെ ബട്ടൺസിൻ്റെ ഓറിയൻറ്റേഷൻ്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ LCD സ്ക്രീനിൻ്റെ വലിപ്പത്തിൻ്റെ കാര്യത്തിൽ, ബാക്കിയുള്ള ബട്ടൺസിൻ്റെ കാര്യത്തിൽ, നമ്മുടെ പോർട്ടുകളുടെ കാര്യത്തിൽ, HDMI പോർട്ട്, മൈക്ക് പോർട്ട്, അതിൻ്റെ കാര്യത്തിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. എന്നാലും ഞാനിപ്പോൾ കാണിക്കുന്നത് എൻ്റെ നിക്കോൺ ക്യാമറയുടെ DSLRൻ്റെ കുറച്ച് പാർട്സാണ്, അല്ലെങ്കിൽ അതിൻ്റെ ബട്ടൺസിൻ്റെ ഒരു ഓറിയൻറ്റേഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ലെൻസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ബട്ടൺ ഉണ്ട്. ആ ബട്ടണിൽ പ്രസ് ചെയ്തിട്ടാണ് നമ്മൾ ലെൻസ് മൗണ്ട് ചെയ്യുന്നതും റിമൂവ് ചെയ്യുന്നതും. ക്യാമറയെ ലെൻസുമായിട്ട് ബന്ധപ്പെടുന്ന ചില ഇലക്ട്രോണിക് കോൺടാക്ട്സ് ഉണ്ട്. ഈ ഒരു ഇലക്ട്രോണിക് കോൺടാക്ട്സ് വഴിയാണ് നമ്മൾ നമ്മുടെ അപ്പർച്ചർ അഡ്ജസ്റ്റ് ചെയ്യുക. ക്യാമറയ്ക്ക് ഉള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ സെൻസറുണ്ട്, സെൻസറിന് മുന്നിലായിട്ട് മിററുണ്ട്. നമ്മൾ ഷട്ടർ പ്രസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ലെൻസ് മാറ്റി വെച്ചിട്ട് ലെൻസ് അൺമൗണ്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഷട്ടർ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് സെൻസർ കാണാൻ പറ്റും. ഇതൊക്കെ വളരെ ഡിലേറ്റ് ആയിട്ടുള്ള സ്ട്രക്ചറാണ്. അതുകൊണ്ട് ലെൻസ് മാറ്റി വെച്ച് ഇത് ഓപ്പണായിട്ട് ഒരു പുറത്തൊരു എൻവയോൺമെൻറ്റുമായിട്ട് ഓപ്പണായിട്ട് ഒരിക്കലും വെക്കരുത്. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള പാർട്സ്. ദെൻ പുറത്ത് നോക്കുകയാണെങ്കിൽ മെമ്മറി കാർഡിൻ്റെ സ്ലോട്ട് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ബാറ്ററി റിമൂവ് ചെയ്യാനും ബാറ്ററി ഇടാനുള്ള ബാറ്ററിയുടെ ഒരു സ്ലോട്ട് നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. ഇതിന് ബേസിക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ, അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള പാർട്സ് ഇതൊക്കെ തന്നെയാണ്. ഒരു എൻട്രി ലെവൽ DSLR ആണെങ്കിലും, ഒരു ടോപ്പ് എൻഡ് ഉള്ള ഒരു പ്രൊഫഷണൽ DSLR ആണെങ്കിലും ബേസിക് ആയിട്ടുള്ള ഒരു എലമെൻറ്റ്സ് ഇതൊക്കെയാണ്. പിന്നെ പറയേണ്ട ഒരു കാര്യം, അതിന് മുകളിലായിട്ട് ഫ്ലാഷ് പോപ്പപ്പ് ചെയ്ത് വരുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ഫ്ലാഷ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. നിങ്ങൾക്ക് കൂടുതൽ പേർക്ക് ഇതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ് എന്ന് നമുക്കറിയാം. എങ്കിലും അറിയില്ലാത്ത കുറച്ച് പേർക്ക് ഉപകാരമാകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ചെയ്തതാണ്. ഇനി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ബൈ ഫോർ നൗ, സ്റ്റേ ട്യൂൺ ആൻഡ് ദിസ് ഈസ് ഫുഡ് ഫോട്ടോ വർക്ക്.